അഹമ്മദാബാദ് വിമാനാപകടത്തിൽ 266 പേരുടെ മരണം സ്ഥിരീകരിച്ചു. മരണസംഖ്യ 290 വരെ ഉയരുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. മൃതദേഹങ്ങൾ ആരുടേതെന്ന് തിരിച്ചറിയാനായി DNA പരിശോധന ആരംഭിച്ചു. അപകട കാരണം അന്വേഷിക്കുന്ന AAIB സംഘം സംഭവസ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. കിരൺ ബാബു വിവരങ്ങളുമായി. കിരൺ, ഏതാണ്ട് 24 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് അപകടം കഴിഞ്ഞ്. ഈ സമയമാവുമ്പോൾ ഇനി അറിയേണ്ടതും അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായി നടക്കേണ്ടതും ഈ അപകടത്തെ സംബന്ധിച്ച മറ്റ് വിവരങ്ങളാണ്. എങ്ങനെ അപകടം സംഭവിച്ചു, എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്, അതിനുള്ള തെളിവുകൾ എന്തൊക്കെയാണ്, ആ തരത്തിൽ അന്വേഷണം ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്? ശ്രീജ, ഇന്ത്യയെ സംബന്ധിച്ച് ഇത് ലോകത്തിന് ബോധ്യപ്പെടുന്ന രീതിയിൽ വിശ്വാസയോഗ്യവും കൃത്യവും ശാസ്ത്രീയമായ ഒരു അന്വേഷണം നടത്തി അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ AAIBയുടെ സംഘം അവിടെ എത്തിയിട്ടുണ്ട്. അവർ പ്രാഥമികമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബോയിങ് കമ്പനി ഈ എല്ലാവിധ അന്വേഷണങ്ങളുമായി സഹകരിക്കാം എന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വ്യോമയാന രംഗത്ത്, ഇത്തരം അന്വേഷണ രംഗത്തൊക്കെ ഏറ്റവും കൂടുതൽ പ്രാഗൽഭ്യമുള്ള രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെ ഏജൻസികൾ, ഒന്ന് US-ലെയും UK-ലെയും ഏജൻസികളാണ്. US നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് അവർ അന്വേഷണ സംഘത്തെ, വിദഗ്ധ സംഘത്തെ ഇന്ത്യയിലേക്ക് അയക്കാം എന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ UK എയർലൈൻ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ച് ഉണ്ട്. അവരും ഈ തരത്തിൽ ഒരു അന്വേഷണ സംഘത്തെ ഇന്ത്യയിലേക്ക് അയക്കാം എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ഏതെല്ലാം ഇവരുടെയൊക്കെ സ്വാഭാവികമായും അന്വേഷണ സംഘത്തിൻ്റെയൊക്കെ സാന്നിധ്യം ഇന്ത്യക്ക് ആവശ്യമായി വരും. കാരണം ലോകത്തെ തന്നെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഈ കാര്യത്തിൽ എന്താണ് അപകട കാരണം എന്താണ് എന്ന് സംബന്ധിച്ച്. ഇപ്പോഴും ഇതുവരെയും അങ്ങനെ കൃത്യമായ ഒരു അപകട കാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രാഥമികമായ ഏതെങ്കിലും തരത്തിൽ DGCA കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു ബേർഡ് ഹിറ്റിംഗ് എന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഒരു നിഗമനത്തിലേക്കും പൂർണ്ണമായി എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അതിന് ശാസ്ത്രീയമായ അന്വേഷണമാണ് വേണ്ടത്. ശാസ്ത്രീയമായ അന്വേഷണത്തിന് വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് കിട്ടേണ്ടതുണ്ട്. ബ്ലാക്ക് ബോക്സിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കിട്ടിയത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ ലഭ്യമായിരിക്കുന്നത് DVR ലഭ്യമായിട്ടുണ്ട്. ഗുജറാത്ത് ATS അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ ലഭ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിൻ്റെ ഒരു ഭാഗവും ലഭ്യമായിട്ടുണ്ട്. അതും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി ബാക്കി അത്തരം ശാസ്ത്രീയമായ വിവരങ്ങൾ ശേഖരിക്കാനും അല്ലെങ്കിൽ അത്തരം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള വിവരങ്ങളുടെ എല്ലാം വിശദമായ ശാസ്ത്രീയ പരിശോധനയാണ്. അത്തരം ശാസ്ത്രീയമായ പരിശോധനയിലൂടെ മാത്രമേ വീഡിയോയും ഓഡിയോയും അടക്കമുള്ള വിവരങ്ങൾ, മറ്റ് സാങ്കേതിക വിവരങ്ങൾ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി റെക്കോർഡ് ചെയ്യുന്ന ഉപകരണങ്ങളാണ് ഉള്ളത്. ഇതിലെല്ലാം പരിശോധിച്ചാൽ മാത്രമേ എങ്ങനെയാണ് അപകടം ഉണ്ടായത്, യന്ത്ര തകരാറാണോ, യന്ത്ര തകരാർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഉണ്ടായത്, അത് ഇലക്ട്രിക്കൽ പ്രശ്നമാണോ അതോ മറ്റേതെങ്കിലും കാരണമാണോ, പക്ഷി ഇടിച്ച് ഇനി ടർബൈൻ തകർന്നതാണോ, അങ്ങനെ പല പല കാരണങ്ങളുണ്ട്. അതിൽ ഏത് കാരണമാണ് ഉണ്ടായത്, അതിൽ ഏതെല്ലാം ആണ് ആദ്യം കുഴപ്പമുണ്ടായത്, പിന്നീട് എന്ത് സംഭവിച്ചു, ഇത്തരം കാര്യങ്ങളെല്ലാം അറിഞ്ഞെങ്കിൽ മാത്രമേ എന്തുകൊണ്ടാണ് അപകടം ഉണ്ടായതെന്ന് കൃത്യമായി പറയാൻ കഴിയൂ. അത്തരം ഒരു അന്വേഷണത്തിലേക്കാണ് നീങ്ങുന്നത്. അത് ഏതെല്ലാം ഏജൻസികളുടെ സഹായം തേടണമെന്നൊക്കെ ഇനി ഔദ്യോഗികമായി തീരുമാനിക്കേണ്ടതാണ്. അതിന് മുന്നോടിയായിട്ടാണ് പ്രാഥമികമായ ഒരു യോഗം ഇന്ന് അഹമ്മദാബാദിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉണ്ടായിരുന്നു. ഇനി അതിനുശേഷം ഇന്ത്യ അങ്ങനെ ഒരു ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഉണ്ടാകും. ഇന്ത്യ ഒരു അന്വേഷണ ഏജൻസികളുടെ അന്വേഷണമൊക്കെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. അതിൽ ഏതെല്ലാം ഏജൻസികളുടെ സഹായം തേടുന്നുണ്ട് എന്ന വിവരങ്ങളൊക്കെ അതിൽ ഏറ്റവും പ്രധാനമാണ്. അത്തരം അന്താരാഷ്ട്ര ഏജൻസികളുടെയൊക്കെ സഹായത്തോടു കൂടി അവരുടെ കൂടി സാന്നിധ്യത്തിലും വിശ്വാസ്യതയിലുമൊക്കെ അന്വേഷണം നടത്തുക എന്നുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരമൊരു വിശ്വാസ്യതയ്ക്കും ഈ തരത്തിൽ അന്വേഷണം ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ മാനിപ്പുലേറ്റ് ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു മാനിപ്പുലേറ്റ് ചെയ്യാതിരിക്കുക എന്നത് മാത്രമല്ല, മാനിപ്പുലേറ്റ് ചെയ്തിട്ടില്ല എന്നൊരു വിശ്വാസ്യത കൂടി അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. കാരണം ഇത്തരമൊരു ദുരന്തമൊക്കെ ഉണ്ടാകുമ്പോഴാണ്, ദുരന്ത ഘട്ടത്തിലാണ് ഒരു രാജ്യം അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൻ്റെയും ഒക്കെ അതിനൊക്കെ കൂടി അത് പ്രധാനമാണ്. നയതന്ത്രബന്ധത്തിലൊക്കെ കൂടി അത് പ്രധാനമാണ്. ഒരു രാജ്യം ആ അപകടത്തോട് ഏത് തരത്തിലാണ്, എത്ര ഗൗരവത്തോടുകൂടി ആ ഗൗരവം ഉൾക്കൊള്ളി ഉണ്ട് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുക എന്നതിൻ്റെ കൂടി ഭാഗമാണ്. മറ്റെല്ലാത്തിനും അപ്പുറം അതുകൂടി രാജ്യത്തെ സംബന്ധിച്ച് പ്രധാനമാണ്. ഇന്നലെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ സംഭവ സ്ഥലത്തെത്തുന്നു. രക്ഷാപ്രവർത്തനങ്ങൾക്കും മറ്റു പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നു. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അഹമ്മദാബാദിലെത്തുന്നു. ആദ്യം ആശുപത്രിയിലുള്ള രോഗികളെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിക്കുന്നു. അതിനുശേഷം അത്യത്ഭുതകരം എന്ന് പറയാം, അങ്ങനെ രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ. കിരൺ, ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ബ്ലാക്ക് ബോക്സ് ഹാസ് ബീൻ റിക്കവേർഡ് ഫ്രം ദ ക്രാഷ് സൈറ്റ് എന്നാണ്. നേരത്തെ DVR കിട്ടിയെന്നുണ്ടായിരുന്നു. റോയിറ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു വിവരം, ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഏറ്റവും നിർണായകമായ വിവരങ്ങളിലേക്ക് അധികം താമസമില്ലാതെ തന്നെ എത്താനായേക്കും.
അത് ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറിൻ്റെ ബ്ലാക്ക് ബോക്സിൻ്റെ പൂർണ്ണമായ ഭാഗങ്ങൾ കിട്ടി എന്ന് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. അതിൻ്റെ ഭാഗങ്ങൾ കിട്ടിയെന്നതാണ് ഇപ്പോൾ റോയിറ്റേഴ്സിനല്ല ഇന്ത്യൻ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടില്ല. അത് സ്വാഭാവികമായും അങ്ങനെ താമസമില്ലാതെ കിട്ടേണ്ടത് തന്നെയാണ്. കാരണം ഇത് ഒരു സ്ഥലത്ത് തകർന്നു വീണ വിമാനമാണ്. അതുകൊണ്ട് ആ വിമാനത്തിൻ്റെ എവിടെയാണ് വീണത് എന്ന് കണ്ടെത്തുക എന്നത് മാത്രമാണ്. അതങ്ങനെ എത്ര വലിയ തീ പിടിച്ചാലും കത്തി നശിച്ചു പോകുന്ന ഒന്നല്ല. അത് സ്വാഭാവികമായും അതിന് മറ്റ് കേടുപാടില്ല, ആന്തരികമായ കേടുപാടുകളൊന്നും തന്നെ ഉണ്ടാവില്ല. ആ തരത്തിലേക്കാണ് വിമാനത്തിന് എത്ര വലിയ അപകടമുണ്ടായാലും, വിമാനം പൊട്ടി ചിതറി ഛിന്നഭിന്നമായി പോയാലും, കത്തി അമർന്നു പോയാലും, വിമാനം ഇനി മുങ്ങിപ്പോയാലും, അങ്ങനെ എന്ത് അപകടമുണ്ടായാലും വിമാനത്തിൽ നിന്ന് തിരിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇതിൻ്റെയൊക്കെ നിർമ്മാണം. അത് അന്താരാഷ്ട്ര തലത്തിൽ എല്ലാ വിമാനത്തിലും ആ റെക്കോർഡ് നോക്കിയാണ്, ബ്ലാക്ക് ബോക്സിൻ്റെ റെക്കോർഡുകൾ നോക്കിയാണ് വിമാനത്തിൻ്റെ അപകടത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പരിശോധനകളൊക്കെ നടക്കുന്നത്. എന്തായാലും അത് സ്വാഭാവികമായും റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് അന്താരാഷ്ട്ര തലത്തിൽ അത് കിട്ടിയിട്ടുണ്ടാവും. അതിൻ്റെയൊക്കെ പരിശോധന അതിന് ഏതെല്ലാം ഏജൻസികൾ ചേർന്ന് വേണം പരിശോധിക്കേണ്ടത്. അത്തരം ഒരു പരിശോധനയുടെ ഔദ്യോഗിക തീരുമാനമാണ് വരേണ്ടത്. എന്തായാലും അന്താരാഷ്ട്ര തലത്തിലെ പ്രധാനപ്പെട്ട 2 ഏജൻസികൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, US നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡും അതോടൊപ്പം തന്നെ UK-യുടെ എയർ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ചും ഇവർ രണ്ടുപേരുടെയും അന്വേഷണത്തിന് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരുടെയും വിദഗ്ധ സംഘത്തെ തന്നെ ഇന്ത്യയിലേക്ക് അയക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നാണ് എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണം. അത് നമ്മുടെ വിദഗ്ധരാണ്. ആ വിദഗ്ധരുടെ അന്വേഷണം ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. ഇനി സ്വാഭാവികമായും തലത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. ആ അന്വേഷണങ്ങളുടെയൊക്കെ ഒടുവിലാണ് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിയുന്നില്ല. സാധാരണ വിമാന അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ ഒക്കെ എടുക്കും ഈ അന്വേഷണത്തിൽ നടത്തി കൃത്യമായ ഉത്തരം ലഭ്യമാകാൻ വേണ്ടി. ഇതിലെ ഡേറ്റ റെക്കോർഡുകളൊക്കെ അനലൈസ് ചെയ്ത് അതിൻ്റെ ശാസ്ത്രീയമായ ഒട്ടേറെ പരിശോധനകൾക്ക് ശേഷമാണ് ഇതിൻ്റെ കൃത്യമായ കാരണം കണ്ടെത്തുന്നത്. പക്ഷേ കാരണം കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇപ്പോഴുള്ളതെല്ലാം നിലവിലുള്ള സാഹചര്യങ്ങൾ വെച്ചുള്ള അഭ്യൂഹങ്ങളോ അല്ലെങ്കിൽ അനുമാനങ്ങളോ അത് വെച്ചുള്ള നിഗമനങ്ങളോ ഒക്കെയാണ്. ആ നിഗമനങ്ങൾ വിദഗ്ധർ സ്വാഭാവികമായും അത്തരം നിഗമനങ്ങൾ നടത്തുമ്പോൾ അത് ശരിയാവാം. പക്ഷേ അത് ശരിയായ നിഗമനങ്ങൾ തെളിയിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡേറ്റകളുടെ പിന്തുണ വേണം. ആ ഡേറ്റയുടെ പരിശോധനയാണ് ഉണ്ടാവേണ്ടത്. അത് ഉണ്ടാവേണ്ടത് പ്രത്യേകിച്ച് ഈ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെല്ലാം സർവീസ് നടത്തുന്ന ഒരു വിമാനമാണ് ബോയിങ് കമ്പനി തന്നെ. ലോകത്തെ ഏറ്റവും വലിയ ഒരു വിമാന കമ്പനികളിലൊന്നാണ്. അതിൻ്റെ ബോയിങ്ങിൻ്റെ 787 ഡ്രീം ലൈനർ എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഇന്ന് നിലവിലുള്ള സർവീസ് നടത്തുന്ന വിമാനങ്ങളിൽ ഏറ്റവും സുരക്ഷിതം എന്ന് കരുതുന്ന ശ്രേണിയിൽപ്പെട്ട ഒരു വിമാനമാണ്. അത് ഇപ്പോൾ തന്നെ 1280ഓളം വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ആകാശത്തു കൂടി എല്ലാ സമയത്തും ഏതെങ്കിലും ഒന്നിലധികമോ ഡ്രീം ലൈനറുകൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്, യാത്രക്കാരുമായി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ത്യക്ക് മാത്രം 27 ഡ്രീം ലൈനറുകൾ നിലവിലുണ്ട്. ഇന്ത്യയുടെ ഇനിയും ഓർഡറുകൾ നമുക്ക് ലഭ്യമാകാനുണ്ട്. നേരത്തെ ചൈനയുമായിട്ടൊക്കെ തർക്കമുണ്ടായ സമയത്ത് ചൈനയ്ക്ക് നൽകിയ ഓർഡറുകൾ പൂർത്തിയാവായിരുന്ന ഓർഡറുകളൊക്കെ ഇന്ത്യക്ക് എത്രയും വേഗം വേണം എന്നുള്ളതുകൊണ്ട് അത് വാങ്ങാനുള്ള ശ്രമമൊക്കെ ഇന്ത്യ നേരത്തെയൊക്കെ നടത്തിയിരുന്നു. അത്തരം ശ്രമമൊക്കെ നടത്തിയിരുന്നു. അങ്ങനെ ലോകത്ത് ഏറ്റവും ഡിമാൻഡുള്ള, ഓർഡർ നൽകിയാലും ഉടനെ ഒന്നും കിട്ടാത്ത ഡിമാൻഡുള്ള ഒരു വിമാനമാണ്. കാരണം കഴിഞ്ഞ 14 വർഷമായി ഈ ഡ്രീം ലൈനർ അവതരിപ്പിച്ചിട്ട് ഈ 14 വർഷത്തിനിടയിൽ ഒരു മേജർ ആക്സിഡൻറ്റോ അങ്ങനത്തെ ഒരു വിമാനം തകർന്നുള്ള ഒരു അപകടം അതിന് ഉണ്ടായിട്ടില്ല. അതിന് 2 എഞ്ചിൻ ഉണ്ട് എന്നുള്ളതും ഒരു എഞ്ചിൻ കൊണ്ട് തന്നെ ഒരു എഞ്ചിൻ അടിയന്തര ലാൻഡിങ്ങിനോ വേണ്ടി മാത്രമുള്ള എഞ്ചിനല്ല, 15,000 അടി ഉയരത്തിൽ വരെ ഒറ്റ എഞ്ചിൻ കൊണ്ട് തന്നെ പറന്നുയരാൻ ഒക്കെ കഴിയും. ഒരു എഞ്ചിൻ പൂർണ്ണമായും പ്രവർത്തനം രഹിതമായാൽ പോലും ഒറ്റ എഞ്ചിനിൽ തന്നെ 15,000 അടി ഉയരത്തിൽ വരെ അനായാസം എത്താൻ കഴിയുന്ന സംവിധാനങ്ങളെല്ലാം ഉള്ളതാണ്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ സാങ്കേതിക തകരാർ വിമാനത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടായാലും ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള ഓട്ടോമാറ്റിക് ഡിക്റ്റേറ്റിംഗ് സംവിധാനമൊക്കെ ഉള്ള ഒരു വിമാനമാണ്. അതുകൊണ്ട് ആ വിമാനത്തിൽ എവിടെ കുഴപ്പമുണ്ടായാലും വിമാനത്തിൽ തന്നെ ഒരു സംവിധാനമുണ്ട്, ഒരു യന്ത്ര സംവിധാനം തന്നെയുണ്ട്. അത് എന്താണ് എന്ന് കണ്ടെത്തി ആ കുഴപ്പം കൃത്യമായി ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത്. അത്തരം സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു സുരക്ഷിതം എന്ന് കരുതിയിരുന്ന, ഇതുവരെ അപകടത്തിലൊന്നും പെടാത്ത, ഇന്നലെ ഉച്ചവരെ ആയിരുന്നെങ്കിൽ ലോകത്ത് തന്നെ അപകടത്തിൽപ്പെടാത്ത വിമാനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വിമാനങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് 3-4 വിമാന മോഡലുകൾ വരുന്നതിനകത്ത് തന്നെ വരുന്ന ഒരു വിമാനമാണ് ഈ ബോയിങ് 787 ഡ്രീം ലൈനർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ബോയിങ് കമ്പനിയെ സംബന്ധിച്ച് ഇന്നലെ തന്നെ അവരുടെ ഓഹരി വിപണിയിലൊക്കെ 8% ഇടിവാണ് ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ ഒരു ആകെ ഉള്ള മൂല്യത്തിൻ്റെ 10-1 മൂല്യത്തോളം ഇടിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയെ സംബന്ധിച്ച് അത് അതിഭീകരമായ എത്രയോ കോടിക്കണക്കിന് രൂപ വരുന്ന നഷ്ടമാണ്. ഒരു വിമാനത്തിന് തന്നെ 2,500-3,000 കോടി രൂപയോളം വില വരുന്ന വിമാനമാണെന്ന് ആലോചിക്കണം. അത്തരം ആയിരക്കണക്കിന് വിമാനങ്ങളാണ്, 1,300ഓളം വിമാനങ്ങളാണ് ഇപ്പോൾ തന്നെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതുകൂടി ആലോചിക്കണം. അപ്പോൾ എത്രത്തോളം വലിയ ഒരു കമ്പനിയാണിത്. ആ കമ്പനിയുടെ ഓഹരിയിലാണ് 8% ഇടിവുണ്ടായത്. ആ കമ്പനിക്കും ഏറ്റവും പ്രധാനമാണ്
ഇത് എന്താണ് അപകട കാരണമെന്ന് കണ്ടെത്തി കൃത്യമായി തന്നെ അത് തെളിയിക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ പലതരത്തിൽ ഇപ്പോൾ പുറത്തു വന്ന ഒരു ഔദ്യോഗികമായി പറയാവുന്ന ഒരു വിശദീകരണമാണെങ്കിൽ ഏറ്റവും അവസാനം ഇന്നലെ വന്ന DGCയുടെ ബേർഡ് ഹിറ്റാണ്, പക്ഷി ഇടിച്ച് രണ്ട് എഞ്ചിനുകളുടെയും ടർബൈൻ ഒരേ സമയം തകർന്നു പോകുന്ന അവസ്ഥ ഉണ്ടായതെന്നാണ് പ്രാഥമികമായ നിഗമനം. ഇനി അത് തന്നെയാണോ ഉണ്ടായത്, അതല്ല ഇനി പൈലറ്റിൻ്റെ പിഴവാണോ ഉണ്ടായത്. അതോടൊപ്പം തന്നെ യന്ത്രം രണ്ട് എഞ്ചിനുകളും ഒരേ സമയം നിലയ്ക്കുക എന്നത് അത്യപൂർവമാണ്. അത് 1 ബില്യണിൽ ഒരിക്കലൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പക്ഷേ അത്രത്തോളം അപൂർവമായ സന്ദർഭങ്ങൾ മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഇനി അത്തരത്തിൽ ഒരു അപൂർവമായ സന്ദർഭം ഉണ്ടായതാണോ, അതോടൊപ്പം തന്നെ ഈ ഇതിലേക്കുള്ള ഫ്യൂവലിൻ്റെ എഞ്ചിനുകളിലൊക്കെ ഫ്യൂവൽ എത്തിക്കാനുള്ള സംവിധാനം, ആ ഫ്യൂവൽ എത്തിക്കാനുള്ള സംവിധാനത്തിന് കുഴപ്പം വന്നാലും ഈ തരത്തിലേക്കുള്ള അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പോലും നിശ്ചിത സമയം ഫ്ലൈറ്റ് പറത്താൻ വേണ്ടിയുള്ള ബദൽ സംവിധാനങ്ങൾ, അത് ഈ ബോയിങ്ങിൻ്റെ പ്രത്യേകത, അത് ആ ബദൽ സംവിധാനം പൈലറ്റ് തന്നെ ഓൺ ചെയ്യേണ്ടതില്ല, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓണാവുന്ന സംവിധാനം ഈ ബോയിങ് ഡ്രീം ലൈനറിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ആ സംവിധാനം ഓണായില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഓണാവാതിരുന്നത്? ഈ വിമാനം അറിയാം, നമുക്ക് വിമാനത്താവളത്തിൽ നിന്ന് അധിക ദൂരം പോയിട്ടില്ല. വിമാനത്തിന് യന്ത്ര തകരാറുണ്ടെങ്കിൽ തിരിച്ചിറക്കാനുള്ള സംവിധാനം തിരിച്ചിറക്കാൻ കഴിയുമായിരുന്നു, അല്ലാതെ അധിക ദൂരത്തേക്കൊന്നും സഞ്ചരിക്കേണ്ട കാര്യമില്ലായിരുന്നു. അങ്ങനെ തിരിച്ചിറക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് വിമാനം പെട്ടെന്ന് തകർന്നു വീഴുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇതിലൊക്കെ ഗൗരവമായ എന്തോ പ്രശ്നം ആ വിമാനത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരേ സമയം രണ്ട് എഞ്ചിനുകളും പ്രവർത്തിക്കാത്ത അവസ്ഥയോ, അല്ലെങ്കിൽ വിമാനത്തിലേക്കുള്ള ഇലക്ട്രിക് സംവിധാനത്തിൻ്റെ പൂർണ്ണമായ തകരാറോ, അല്ലെങ്കിൽ പ്രോഗ്രാമിങ്ങിൽ ഉണ്ടാകുന്ന തകരാറോ. പക്ഷേ പ്രോഗ്രാമിങ്ങിൽ ഉണ്ടാകുന്ന തകരാറുകളെക്കുറിച്ച് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ ഒരു തകരാറുണ്ടായാലും ആ തകരാർ ഡിറ്റക്ട് ചെയ്ത് മറ്റൊരു മോഡിലേക്ക് പോകാനുള്ള സംവിധാനം കൂടി, ബദൽ സംവിധാനം കൂടി ഉള്ള ഒരു വിമാനമാണ് ഇതെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതൊക്കെ ഇനി പരിശോധനയിൽ എത്ര സംവിധാനങ്ങൾ അതിൽ ഉണ്ടായിരുന്നത് പ്രവർത്തനക്ഷമമായിരുന്നോ, അത് പ്രവർത്തനക്ഷമമല്ലായിരുന്നോ, അതിന് വേണ്ട രീതിയിലുള്ള എന്തെങ്കിലും പരിശോധനകൾ നടത്തി, അല്ലെങ്കിൽ ഇത്തരം ഇൻഡിക്കേഷനുകൾ നേരത്തെ ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ DGCA ഇവർക്ക് ഈ വിമാനത്തിനെ സംബന്ധിച്ച് പരിശോധന സുരക്ഷാ വിഷയങ്ങളിൽ നോട്ടീസ് നൽകിയിരുന്നു എന്ന് പറയുന്നു. ആ നോട്ടീസ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പരിശോധന നടത്തി അത് പരിഹരിക്കപ്പെട്ടതാണ്. ഈ പർട്ടിക്കുലർ വിമാനത്തിൻ്റെ വിങ്സിൻ്റെ ഫ്ലാപ്പുകൾ ഉയരുന്നത് സംബന്ധിച്ച് യന്ത്ര തകരാറുകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു പറയുന്നു. ഇതെല്ലാം വിവിധ ഏജൻസികൾ പറയുന്നതാണ്. അതിനപ്പുറത്തേക്ക് ഇതിനെല്ലാം തെളിയിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു നോട്ടീസ് നൽകിയിരുന്നെങ്കിൽ ആ നോട്ടീസിന് ശേഷം എന്ത് നടപടി സ്വീകരിച്ചിട്ട് അതിനുശേഷം DGCA എന്ത് നടപടി സ്വീകരിച്ചു, ഇതെല്ലാം പരിശോധിക്കേണ്ട കാര്യമാണ്. അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ച ശേഷം മാത്രമേ എങ്ങനെയാണ് ഈ വിമാന അപകടം ഉണ്ടായി എന്ന് നമുക്ക് കൃത്യമായി എന്തായാലും അതിലേക്ക് ഇനിയും വലിയ താമസം ഉണ്ടാവില്ലെന്ന് കരുതാം. റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ചാണെങ്കിൽ ഫ്ലൈറ്റിൻ്റെ ബ്ലാക്ക് ബോക്സ് കിട്ടിയിരിക്കുന്നു. നേരത്തെ DVR കിട്ടിയതായി വിവരങ്ങളുണ്ടായിരുന്നു. ഇനി വിശദമായൊരു പരിശോധനയുടെ സമയമാണ്. അതിനായി അന്താരാഷ്ട്ര ഏജൻസികൾ അടക്കം ഉൾപ്പെടുന്ന സംഘവും തയ്യാറാണ്. എങ്ങനെ ഈ അപകടം ഉണ്ടായി എന്നതാണ് ഇനി അറിയേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് റിപ്പോർട്ടുകളിലേക്ക് പോകാം. അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ ആഘാതം നേരിട്ട് വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിമാനം തകർന്ന് വീണ ഇടം സന്ദർശിച്ച ശേഷം പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തി കണ്ടു. തുടർന്ന് ഉന്നതതല യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. രാവിലെ 8:30 അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിലിറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 262 പേർ മരിച്ച ദുരന്ത ഭൂമിയിലേക്കാണ് ആദ്യമെത്തിയത്. വിമാനാപകടം നടന്ന സ്ഥലത്തെത്തിയ മോദി ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും മന്ത്രിമാരടക്കമുള്ളവരും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. തുടർന്ന് പരുക്കേറ്റവരെ പ്രവേശിപ്പിച്ച സിവിൽ ആശുപത്രിയിലേക്ക്. അപകടത്തെ അതിജീവിച്ച ഏക വ്യക്തി വിശ്വാസ് കുമാർ രമേശിനെയും പ്രധാനമന്ത്രി കണ്ടു. ആശുപത്രിയിൽ കഴിയുന്ന വിശ്വാസ് കുമാറിന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. വിമാനം ഇടിച്ചുകയറിയ BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ പരുക്കേറ്റ വിദ്യാർത്ഥികളെയും മറ്റുള്ളവരെയും കണ്ട് സംസാരിച്ചു. തുടർന്ന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം. അപകടത്തിൽ മരിച്ച ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് റുപാനിയുടെ ഭാര്യ അഞ്ജലി ഇന്ന് അഹമ്മദാബാദിലെത്തി. അപകടം നടന്നയിടത്ത് ശാസ്ത്രീയ പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ്. എയർ ഇന്ത്യ, DGCA ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അഹമ്മദാബാദിലുണ്ട്. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, News 18.